ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ അരിയുണ്ടയാണ്. ഇതെല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കാം, പക്ഷേ അരിയുടെയും ശർക്കരയുടെയും തേങ്ങയുടെയും ഒക്കെ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ വന്നാലേ നല്ല ടേസ്റ്റും സോഫ്റ്റും ഉള്ള അരിയുണ്ട നമുക്ക് കിട്ടുള്ളൂ. ഇതിൻ്റെ മമ്മിയുടെ റെസിപ്പിയാണ്. പിന്നെ ഈ അരിയുണ്ട കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ട് പഞ്ചസാര കടിക്കാൻ കൂടെ കിട്ടുകയാണെങ്കിൽ ഒരു പ്രത്യേക രുചിയായിരിക്കും. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റും സോഫ്റ്റും ഉള്ള അരിയുണ്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ നമുക്ക് അരിയുണ്ട ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ പൊന്നിയരിയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഏത് അരിയായാലും കുഴപ്പമില്ല, പക്ഷെ പെട്ടെന്ന് വേവുന്ന അരിയാണ് നല്ലത്. മട്ട അരിയൊന്നും എടുക്കരുത്. അത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്ര പൊടിച്ചു കഴിഞ്ഞാലും ആ ഒരു ചെറുതായിട്ട് കടിക്കാൻ കിട്ടും. ഇനി ഞാനത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരട്ടെ. വാഷ് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് വാഷ് ചെയ്ത് എടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കുതിർന്നു പോകും. ഇതിപ്പോൾ 400 ഗ്രാം അരിയാണുള്ളത്. ഇതിപ്പം അരി ഞാൻ കഴുകിയിട്ടുണ്ട്. കഴുകിയിട്ട് ഇതിനകത്ത് തന്നെ അങ്ങ് വെച്ചേക്കരുത്. അരി അരിപ്പയ്ക്കകത്ത് തന്നെ ഇട്ട് വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അടിഭാഗത്ത് എന്തായാലും നനവുണ്ടാകും. ആ ഭാഗത്തുള്ള അരി കുതിർന്നു പോകും. അപ്പം നമ്മൾ വറക്കുന്ന സമയത്ത് ഒരേപോലെ നമുക്ക് മൂത്ത് കിട്ടില്ല. ഒരു ടവലിലേക്ക് ഇത് ഇട്ട് കൊടുക്കാണ്. ഇതിവിടെ ഇരുന്നിട്ട് അങ്ങ് ഉണങ്ങിക്കോട്ടെ. ഇപ്പം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയം വെക്കുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങ് ഉണങ്ങി കിട്ടും. ഇനി നമുക്ക് വറുത്തെടുക്കാം. നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് കത്തിച്ചു കൊടുക്കാം. നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇളക്കിക്കൊണ്ടിരിക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പണ്ടൊന്നും ആരും കഴുകാറൊന്നും ഉണ്ടായിരുന്നില്ല. അത്രയും അധികം വറക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഈ പെസ്റ്റിസൈഡിൻ്റെ അളവൊക്കെ ഉള്ളതുകൊണ്ടാണ് ആ ഒരു ഇത് വിചാരിച്ചിട്ടാണ് ഞാൻ കഴുകുന്നത്. ഇപ്പോഴും പലരും കഴുകാതെയൊക്കെ എടുക്കാറുണ്ട്. അതിന് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ കഴുകേണ്ട ആവശ്യമില്ല. നേരിട്ട് ഇങ്ങോട്ട് വറുത്തെടുത്താലും മതി. അപ്പോൾ നമുക്ക് നല്ല ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ വറുത്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഡാർക്ക് കളർ വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകാൻ പാടില്ല. ഇത് നമ്മൾ എടുത്ത് നോക്കി കടിക്കുന്ന സമയത്ത് നന്നായിട്ട് അങ്ങ് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ അത്രയും മതി. ഒരു 10-15 മിനിറ്റ് ഒക്കെ ആയിട്ടുള്ളൂ കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെ ഇരുന്ന് ഒന്നും കൂടെ ഒന്ന് ആയിക്കോട്ടെ. കാരണം ഞാൻ കുറച്ച് നേരത്തെ ഒന്ന് ഓഫാക്കിയതാണ്. ഇത് ഓഫാക്കിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഞാനിതൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റട്ടെ. എന്നാൽ പിന്നെ പെട്ടെന്ന് തണുത്ത് കിട്ടും. ഞാൻ ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. 200 ഗ്രാം ശർക്കരയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. മധുരത്തിൻ്റെ അളവൊക്കെ നമുക്ക് ചിലപ്പോൾ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം നമുക്ക് 200 ഗ്രാം ശർക്കര മതി. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കട്ടെ. ഇപ്പോൾ ഞാൻ ഒരു കവറിലേക്ക് എടുത്തിട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ചതക്കുന്ന കല്ല് വെച്ച് നമുക്കൊന്ന് കുത്തി കൊടുക്കാം. പെട്ടെന്ന് ചതഞ്ഞ് കിട്ടും. ഒട്ടും കട്ടയില്ലാതെ അങ്ങ് പൊടിച്ചെടുക്കണം. ഇപ്പം നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ ഇത് ഉരലിലിട്ടിട്ട് അടിച്ചിട്ടാണ് പൊടിക്കുക. ശർക്കര ഇട്ട് ഇടിക്കും. അതിനുശേഷം തേങ്ങ ഇടും. തേങ്ങയും ശർക്കരയും കൂടെ നന്നായിട്ട് ഉരലിലിട്ട് ഇടിച്ച് അതിന് ശേഷമാണ് പൊടിയിടുക. നാട്ടിലെപ്പോഴും മമ്മിയൊക്കെ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്, ഉരലിൽ തന്നെ. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. നമുക്ക് മാറ്റി വെക്കാം. ഞാൻ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. 3 കപ്പ് തേങ്ങയാണുള്ളത്. അരി ഇപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ചയും പോവും. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഞാൻ അരി മിക്സീൻ്റെ ജാറിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഏലക്ക വേണം. ഏലക്ക ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് പൊടിക്കുക ചെയ്യാം. ഇതിന് നമുക്ക് ഇതിന് മൊത്തമായിട്ട് ഞാൻ 4 ഏലക്കയാണ് എടുക്കുന്നത്. അപ്പം 2 ബാച്ചായിട്ടാണ് ഇത് പൊടിക്കുന്നത്. ഇപ്പോൾ ഫുള്ളായിട്ട് ഒന്നിച്ചിട്ട് പൊടിക്കുന്നില്ല, പകുതിയാണിത്. അപ്പോൾ ഞാൻ 2 ഏലക്ക ഇതിനകത്തോട്ട് പൊളിച്ചിട്ട് കൊടുക്കുകയാണേ. ഏലക്കയുടെ കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട്, പൊളിച്ചിട്ട് തന്നെ വേണം ഉപയോഗിക്കാനായിട്ട്. നമുക്ക് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. നല്ല മണം. അരി വറുത്ത് പൊടിച്ചാലുള്ള ഒരു സ്മെല്ല്, അതിൻ്റെ കൂടെ ഏലക്കയും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലാണ്. അടുത്ത സെറ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഏലക്ക പൊളിച്ചിട്ടിട്ടുണ്ട്. പൊടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 പ്രാവശ്യമായിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. ഇപ്പോൾ 3-1 തേങ്ങ ഇട്ടിട്ടുണ്ട്. അതുപോലെ ശർക്കരയും 3-1 നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആദ്യം ഇതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഉരലിലാണെന്നുണ്ടെങ്കിൽ ആദ്യം ശർക്കര ഇടിച്ച് അതിൻ്റെ കൂടെ തേങ്ങ ഇട്ട് ഇടിച്ചിട്ട് അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷമാണ് പൊടിയിടുക. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശർക്കര എടുക്കുന്ന സമയത്ത് ഒരുപാട് കറുത്ത ശർക്കര എടുക്കരുത്, ഒരുപാട് വെളുത്തതും വേണ്ട. മീഡിയം കളറുള്ള ശർക്കര എടുത്താൽ മതി. അതാകുമ്പോൾ അധികം അങ്ങോട്ട് അഴുക്കൊന്നും ഉണ്ടാവില്ല. നമ്മളിത് ഉരുക്കിയിട്ടൊന്നും അല്ലല്ലോ ഉപയോഗിക്കുന്നത്.
അരയണ്ട, നന്നായിട്ട് മിക്സായി ഒന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടിയുടെ 1/3 ഭാഗം ഇട്ട് കൊടുക്കാം. നിങ്ങളിപ്പോൾ ജാറിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണേ. ശരിക്കും ഉരലിലൊക്കെ ഇടിക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ പോയിരിക്കും. ചെയ്യുമ്പോൾ അതാ ഓർമ്മ വന്നേ. അപ്പോൾ കുഴഞ്ഞിട്ടുണ്ട്. നമുക്കിത് ഒരുപാട് അങ്ങ് അടിച്ചിതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉരുട്ടിയെടുക്കാൻ പാകത്തിനൊന്ന് എടുത്താൽ മതി. ഇപ്പോൾ മതി. നമുക്കിത് നന്നായിട്ടത് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. കണ്ടോ? ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവാണേ. ഇനി അതുപോലെ നമുക്ക് അടുത്ത സെറ്റും ഇട്ട് കൊടുക്കാം. നേരത്തെ അടിച്ച പോലെ തന്നെ ശർക്കര ഇട്ടിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കട്ടെ. പൊടി ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ അടിച്ചെടുത്ത് നോക്കി എടുത്താൽ മതി. തട്ടിയിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ അടിച്ചു കൊടുക്കാം. അപ്പം 3 പ്രാവശ്യമായിട്ട് അടിച്ചിട്ട് പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ചൊരു വലിയ പാത്രത്തിലെടുത്ത് വെച്ചാൽ മതി. ഇനി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം. എന്നാലേ ആ ഒരു കട്ടയൊക്കെ ഉടച്ച് എല്ലാം ഇപ്പോൾ പല മധുരവും എല്ലാത്തിലും ഒരേപോലെയൊന്നും ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിതിനകത്ത് ഉപ്പിടുന്നില്ല കേട്ടോ. ഞാൻ ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഉപ്പിടാതിരിക്കുകയാണ് നല്ലത്. കാരണം ശർക്കരയിൽ തന്നെ ഉപ്പുണ്ടാവും. അപ്പോൾ ആ ഒരു ഉപ്പ് മതി ഇതിന്. അല്ല, ഇനി നമ്മൾ അധികമായിട്ട് ഇനി ഒരു നുള്ള ഉപ്പൊക്കെ ഇനി ഇടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ചുവ വരും ഉപ്പിൻ്റെ. നിങ്ങൾക്കിത് കുഴയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയാൽ മതി. അപ്പം ഒന്നും കൂടെ നന്നായിട്ടൊന്ന് നനഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുട്ടിയെടുക്കാം. അതിന് മുമ്പ് നമുക്കൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് അതിനകത്ത് ആഡ് ചെയ്യാനായിട്ട്. പഞ്ചസാര. നമുക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലിട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് പഞ്ചസാര ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടും. അപ്പോൾ ആദ്യമേ ഇട്ട് കുഴച്ചാൽ ചിലപ്പോൾ അതങ്ങ് അലുത്ത് അതിൽ കൂടി അങ്ങ് ആയിപ്പോവും. അവസാനം ഇട്ടാൽ മതി. ഇതിപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് മധുരം ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മധുരം ഇട്ട് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഉരുട്ടിയെടുക്കാം. നല്ല മണം കേട്ടോ. നമ്മുടെ നൊസ്റ്റാൾജിക് സ്മെല്ലാണ് ഇപ്പം ഇതിന്. ഞാൻ ഉരുട്ടിയെടുക്കട്ടെ. പെട്ടെന്ന് ഉരുട്ടിയെടുക്കാൻ പറ്റും. നല്ലൊരു ഷേപ്പിൽ നമുക്കങ്ങ് ഉരുട്ടി അങ്ങ് എടുത്താൽ മതി. ഒരെണ്ണം ഉരുട്ടിയിട്ടുണ്ട്. അതുപോലെ എല്ലാം ഞാൻ ഉരുട്ടിയെടുത്ത് വെക്കട്ടെ. അപ്പോൾ ഇത് അരിയുണ്ടകളെല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയല്ല കേട്ടോ, 3-4 കൂടി ഉണ്ടായിരുന്നു. അതെല്ലാം പോയി എല്ലാവരുടെ വയറ്റിലും. അപ്പോൾ ഞാൻ ഇന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതുണ്ടോ എന്ത് സോഫ്റ്റായിട്ടാണ് പൊട്ടിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയ പഞ്ചസാര തരികൾ കാണാനുണ്ട്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതുണ്ട്. ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കുക, കുട്ടികൾക്ക് കൊടുക്കുക. വലിയ ആൾക്കാർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. ഇതിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ട് ഒരുപാട് ദിവസം പുറത്ത് വെക്കരുത്. 2 ദിവസമൊക്കെ പുറത്ത് വെച്ചാൽ കുഴപ്പമില്ല. ബാക്കി ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കുക ചെയ്യാം. അപ്പോൾ കഴിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് എടുത്ത് പുറത്ത് വെച്ചിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. Till then, stay happy, stay positive. Bye.